എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സ് ഈ വർഷം നടക്കാൻ പോകുന്ന 2025 നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിവിഷൻ സീരീസാണ് ശരത് മാത്സ് ക്ലാസ് റൂമിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. സോ ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് ക്ലാസ്സുകൾ അസസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഒരു ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കീം എക്സാമിനും ഒക്കെ ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to മോഡുലസ് ഓഫ് x minus 1 by x minus 1 where x not equal to 1 എന്നാണ് പറയുന്നത്. x 1 ആയാലുള്ള പ്രശ്നം എന്താണ്? ഡിവിഷൻ ബൈ 0 വരും, ശരിയല്ലേ? സോ അത് ഒഴിവാക്കാനായിട്ടാണ് x not equal to 1 എന്നുള്ള കണ്ടീഷനും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുക, ശരിയാണേ? ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, സോ എന്തൊക്കെ ഉത്തരങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. മോഡ് x minus 1 നമുക്ക് x minus 1 കൊടുക്കാം, മൈനസ് ഓഫ് x minus 1 കൊടുക്കാം. കാരണം മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ മോഡ് എക്സ് എന്നുള്ളത് എക്സ് ആണ്. എക്സ് ലെസ് ദാൻ 0യിൽ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇപ്പോൾ മോഡ് എക്സിന് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് എന്നുള്ള ഉത്തരവും എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് എന്നുള്ള ഉത്തരവും കൊടുക്കാം. സിമിലർലി മോഡ് എക്സ് മൈനസ് 1ന് മോഡ് ഓഫ് എക്സ് മൈനസ് 1ന് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 പോസിബിലിറ്റീസ് വരാം. ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് 1 വരാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 വരാം. ഈ 2 പോസിബിലിറ്റി ഞാൻ ഈ എഫ് ഓഫ് എക്സിൽ കൊടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 വരാം. മോഡ് എക്സിന് പകരം ഞാൻ എക്സ് മൈനസ് 1 കൊടുത്തു, ഓർ ഇതാണ് ഇപ്പോൾ കൊടുത്തത്, എക്സ് മൈനസ് 1 ആണ് കൊടുത്തത്. അല്ലെങ്കിൽ ഇനി മൈനസ് ഓഫ് എക്സ് മൈനസ് 1 കൊടുത്തു നോക്കാം, മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1, ശരിയല്ലേ? അതായത് എനിക്ക് 1ഉം ആൻസർ കിട്ടാം, മൈനസ് 1ഉം ആൻസർ കിട്ടാം. 1 ഓർ മൈനസ് 1, ഇതാണ് എനിക്ക് റേഞ്ചിൽ വരിക. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് ഒന്നില്ലെങ്കിൽ 1ഓ അല്ലെങ്കിൽ മൈനസ് 1ഓ ഉണ്ടാവുള്ളൂ. സോ ക്ലിയർലി നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 1, മൈനസ് 1. 1ഓ മൈനസ് 1ഓ ആണ് എനിക്ക് എന്തിൽ വരുന്നുണ്ടാവുക? ഈ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ചിൽ വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 3, ബി ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 1. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എ ടു ബി. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചോളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണ്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഇത് ബൈജക്റ്റീവ് ആണെന്ന് ഷോ ചെയ്യണം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആയിരിക്കണം, പ്ലസ് അതെന്തും ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. 1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് വിളിക്കുക. ഓക്കെ, 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? 1 ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം, ശരിയല്ലേ? 1 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ചെയ്താൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ ദാറ്റ് x1 ഈക്വൽ ടു x2. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ലീനിയർ ആയതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആണെങ്കിൽ അത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, ഈവൻ സെക്കൻഡ് ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴാണ് 1 അല്ലാത്ത ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, സോ പ്രത്യേകിച്ച് റിയൽ നമ്പർ ടു റിയൽ നമ്പറിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില പോയിന്റുകൾ ഒഴിവാക്കുന്നത് ഡിവിഷൻ ബൈ 0 വരുന്ന കണ്ടീഷൻസ് അവർ റിയൽ നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് കേട്ടോ.
പിന്നെ ഓൺ ടു എങ്ങനെയാണ് തെളിയിക്കുക? ഓൺ ടു തെളിയിക്കണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും എന്താവണം? സെയിം ആവണം. ഇപ്പോൾ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടുവും എന്ത് ചെയ്യാൻ പറ്റും? തെളിയിച്ച് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം 1 പരിപാടി നോക്കാം. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇക്വേറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് വരിക? ഇവിടെ എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിനകത്ത് എക്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് എക്സ് വൺ ആക്കുക. അപ്പോൾ എക്സ് വൺ മൈനസ് ടു ബൈ എക്സ് വൺ മൈനസ് ത്രീ. എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റീപ്ലേസ് ചെയ്ത് എക്സ് ടു ആക്കുക. എക്സ് ടു മൈനസ് ടു ബൈ എക്സ് ടു മൈനസ് ത്രീ. സോ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് നോക്കുക. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം. എക്സ് വൺ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ത്രീ and that's equal to x2 minus 2 into x1 minus 3. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x1 x2 മൈനസ് 3x1 മൈനസ് 2x2 പ്ലസ് 6 ഈക്വൽ ടു x1 x2 മൈനസ് 3x2 മൈനസ് 2x1 പ്ലസ് 6. ഓക്കെ, എന്തൊക്കെ നമുക്ക് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ. x1 x2 ക്യാൻസൽ ചെയ്യാം, 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? x1 ഉള്ളവരെയൊക്കെ ഒരുമിച്ചാക്കാം. ഇവിടെ മൈനസ് 3x1 ഉണ്ട്, മൈനസ് 2x1നെയും കൂടി ഇപ്പുറം എടുത്താൽ പ്ലസ് 2x1. ഇവിടെ മൈനസ് 3x2 ഉണ്ട്, മൈനസ് 2x2നെയും കൂടി ഇപ്പുറത്തെടുത്താൽ പ്ലസ് 2x2. അതായത് മൈനസ് x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് വരും. മൈനസ് 3 പ്ലസ് 2 എന്നുള്ളത് മൈനസ് ആണ് വരിക. മൈനസ് മൈനസ് വെട്ടിക്കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്നായി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം ക്ലിയർലി? ദെയർഫോർ f of x1 equal to f of x2, f of x1 equal to f of x2 implied that x1 is equal to x2. f of x1 equal to f of x2 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x1 equal to x2 കിട്ടി. therefore f is എന്താണെന്ന് പറയാം? 1 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കണം. ഓൺ ടു ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും എന്താവണം? സെയിം ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ടുവിൻ്റെ പരിപാടി ആരംഭിക്കാം. ഓൺ ടു. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? റേഞ്ച് കണ്ടുപിടിക്കണം നമുക്ക്. കോഡൊമൈൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ ടു ബി ആണെങ്കിൽ ആ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബി ഈസ് ഈക്വൽ ടു ആർ മൈനസ് 1 എന്ന് പറയുന്നതാണ് കോഡൊമൈൻ. അത് തന്നെയാണ് എഫിൻ്റെ റേഞ്ച് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഓൺ ടു ആണ് എന്ന് നമുക്ക് പറയാം. ശരിയാണേ? ഇനി എഫിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ കണ്ടുപിടിച്ചാൽ മതി. ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ശരിയല്ലേ? അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സിനെ ഒരു വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. ശരിയല്ലേ? സോ ഈ എഫ് ഓഫ് എക്സിനെ ഞാനൊരു വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ഈക്വൽ ടു വൈ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? എക്സ് മൈനസ് 2 ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, അതായത് എക്സ് വൈ മൈനസ് 3y എന്ന് വരും. എക്സ് ഒക്കെ ഒരുമിച്ചാക്കാം. എക്സ് മൈനസ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് 2 അപ്പുറം പോയാൽ 2 മൈനസ് 3y. ശരിയാണേ? മൈനസ് 2 അപ്പുറം പോയാൽ പ്ലസ് 2 ഉണ്ട്, മൈനസ് 3y. എക്സ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഈക്വൽ ടു 2 മൈനസ് 3y. അപ്പോൾ അവിടുന്ന് എക്സ് കിട്ടും. എന്താണ്? 2 മൈനസ് 3y ബൈ 1 മൈനസ് വൈ. ഓക്കെ, അതായത് ഈ വൈയും കൂടെ നമ്മൾ എക്സിലേക്ക് എഴുതുക. എഫ് ഇൻവേഴ്സ് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. ശരിയല്ലേ? അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ വൈയും കൂടെ നമ്മൾ എക്സിലാക്കി എഴുതാം. കാരണം എക്സിൻ്റെ ടേംസിൽ എഴുതാം. 2 മൈനസ് 3x ബൈ 1 മൈനസ് എക്സ്. ശരിയല്ലേ? 2 മൈനസ് 3x ബൈ 1 മൈനസ് എക്സ്. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഇപ്പോൾ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്താണ്? ഇപ്പം നമ്മൾ എഴുതി നിൽക്കുന്ന ഫംഗ്ഷൻ 2 മൈനസ് 3x ബൈ 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റുന്ന വാല്യൂസ് എനിക്ക് ഡൊമൈൻ കൊടുക്കാൻ പറ്റില്ല. ഡൊമൈൻ ഡിഫൈൻഡ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പം ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1 മൈനസ് എക്സ് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 1 മൈനസ് എക്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ എക്സ് 1 ആവാൻ പാടില്ല.
അപ്പം 1 ഒഴികെ ബാക്കിയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും എനിക്ക് ഡൊമെയിൻ കൊടുക്കാം, റിയൽ നമ്പേഴ്സിൽ ഡൊമെയിൻ കൊടുക്കാം. അപ്പോൾ അതിന് പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിൽ നിന്ന് 1 കുറക്കണം. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ് എഫിൻ്റെ റേഞ്ച്. ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കും? റേഞ്ച് ഓഫ് എഫ്, ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് എഫ് എന്നുള്ളത് ആർ മൈനസ് സെറ്റ് 1 ആണ്. ആർ മൈനസ് സെറ്റ് 1 ആണ് റേഞ്ച് ഓഫ് എഫ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷൻ്റെ റേഞ്ച് കിട്ടി ആർ മൈനസ് സെറ്റ് 1. കോഡൊമൈൻ എന്താണെന്ന് നോക്കിക്കേ. കോഡൊമൈൻ അവർ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എ ടു ബി ആണെങ്കിൽ ബി ആണ് കോഡൊമൈൻ, ബിയും കോഡൊമൈനും ആർ മൈനസ് സെറ്റ് 1 തന്നെയാണ്. ഓക്കെ, കോഡൊമൈൻ ഇസ് ഈക്വൽ ടു, അത് എഴുതി വയ്ക്കുക കേട്ടോ, കോഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 1. രണ്ടും സെയിം ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. റേഞ്ചും സെയിം ആണ്, കോഡൊമൈനും സെയിം ആണ്. സോ ദെയർഫോർ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്, ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് എന്തെന്ന് എഴുതി വയ്ക്കാം? ഓൺ ടു എന്ന് എഴുതി വയ്ക്കാം. ശരിയല്ലേ? 1 1 ഓൺ 2 അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണെന്ന് പറയാം. അത് എഴുതി വെക്കണം കേട്ടോ. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്നുള്ളത് എഴുതി വെക്കണേ. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്, ദെയർഫോർ എഫ് ഈസ് ഓൺ ടു. ഇനി നിങ്ങൾ എന്ത് എഴുതണം? എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, ദെയർഫോർ എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാനാണ് ചോദ്യം. അപ്പം ഇത് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷനാണെന്ന് പറയാം? അതൊരു ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉറപ്പിക്കാവുന്ന, വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 3 1 2 2. ഇനി ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ? ഇത് മൂന്നുമാവുന്ന റിലേഷനെയാണ്, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് മൂന്നുമാവുന്ന റിലേഷനെയാണ് നമ്മൾ ഇക്വിവലൻസ് റിലേഷൻ എന്ന് വിളിക്കുക. ഇനി അതാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. സോ എന്താണ് ഇത്? ഓരോന്നും എന്താണെന്ന് അറിയണമല്ലോ. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേറ്റഡ് ടു എ. ഇപ്പോൾ റിലേഷനകത്ത് 1 ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻഡ് സെറ്റിൽ 1 2 3 ഉണ്ട്. ഇപ്പോൾ റിലേഷനിൽ ഇപ്പോൾ 1 വരുന്നുണ്ടെങ്കിൽ 1 1 എന്തായാലും ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല റിലേഷനകത്ത്. 2 2 ഉണ്ട്, പക്ഷേ 1 1 3 3 ഇല്ല. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തല്ല? റിഫ്ലക്സീവ് അല്ല. ശരിയല്ലേ? റിഫ്ലക്സീവ് അല്ലാത്തതിൻ്റെ കാരണം 1 1 നോട്ട് ബിലോങ്സ് ടു ദ റിലേഷൻ എന്നുള്ളതാണ്. ഇനി സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ ദാറ്റ് ബി റിലേറ്റഡ് ടു എ. എയിൽ നിന്ന് ബിയിലേക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കും എന്തുണ്ടാവണം? റിലേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോളൂ. 1 നിന്ന് 3 ഉണ്ട്, തിരിച്ച് 3 നിന്ന് 1 ഉണ്ട്. അതൊക്കെ ആയി. പിന്നെ 2 2 എന്നുള്ളത് എല്ലായ്പ്പോഴും സിമെട്രിക് ആയിരിക്കും. ശരിയല്ലേ? 2 നിന്ന് 2 തിരിച്ചിങ്ങനെ നോക്കാനുള്ള വെരിഫിക്കേഷൻ എലമെൻറ്റ് ഇല്ലല്ലോ ഇവിടെ. സോ അത് പ്രകാരം, തന്നിട്ടുള്ളത് പ്രകാരം ഇതെന്താണെന്ന് പറയാം. ഇത് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ റിഫ്ലക്സീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇക്വലൻസ് റിലേഷൻ എന്നുള്ള ഓപ്ഷൻ പോയി. കാരണം എന്താണ്? റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് മൂന്നുമാവുന്ന റിലേഷനെയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുക. ശരിയല്ലേ? ഇനിയിപ്പോൾ ട്രാൻസിറ്റീവും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് നോക്കിക്കോളൂ. ആൻസർ സിമെട്രിക് ആണെന്ന് മനസ്സിലായി. ട്രാൻസിറ്റീവ് നോക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കൊരു റിലേഷൻ ഉണ്ടാവണം ആൻഡ് ബിയിൽ നിന്ന് സിയിലേക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ എയിൽ നിന്നും സിയിലേക്കൊരു റിലേഷൻ ഉണ്ടാവണം. എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സിയും ഉണ്ടാവണം. അതായത് ഇപ്പോൾ 1 3 ഉണ്ട്, പിന്നെ 3യിൽ ആരംഭിക്കുന്ന 3 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 1 കൂടി ഉണ്ടാവണം, പക്ഷേ 1 1 ഇല്ല. സോ അതായത് 1 3 ആൻഡ് 3 1 belongs to the relation but 1 1 doesn't belongs to the relation. Therefore R is എന്തെന്ന് പറയാം? നോട്ട് ട്രാൻസിറ്റീവ്. റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ അല്ല. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരിക. കാരണം സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ അവിടെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓക്കെ അല്ലേ?
ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് n to n. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് 1 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. അതായത് ബൈജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ വെരിഫൈ ചെയ്ത് കാണിക്കണം. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ചെയ്തിട്ടൊക്കെ നമ്മൾ കാണിക്കണം. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളെങ്കിൽ ഓൾവേസ് 1 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കീം എക്സാമിനൊക്കെ ആണെങ്കിൽ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അവിടെ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എ എക്സ് പ്ലസ് ബി ഓൾവേസ് 1 1 ഓൺ ടുവും എ എക്സ് സ്ക്വയർ പ്ലസ് ബി നെയ്തർ 1 1 നോർ ഓൺ ടുവുമാണ്. അപ്പോൾ അവിടെ 2 പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാം. എന്നിട്ട് നേരിട്ട് 1 സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അവിടെ. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് തെളിയിച്ച് കാണിക്കണം. പക്ഷേ അത് റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പറിലാണ് ഈ ഒരു പരിപാടി നടക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, 1 1ൻ്റെ കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. 1 1 ആവും, ആ കാര്യത്തിൽ സംശയമില്ല, ശരിയല്ലേ? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? 2x1 ഈക്വൽ ടു 2x2, 2 2 ക്യാൻസൽ ആയാൽ x1 ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 implied that x1 ഈക്വൽ ടു x2. therefore f ഈസ് എന്താണെന്ന് പറയാം? ഫംഗ്ഷൻ 1 1 ആണ് എന്ന് നമുക്ക് പറയാം. ആ കാര്യത്തിൽ നമുക്ക് പ്രശ്നമൊന്നും വന്നില്ല. പക്ഷേ ഇനി നമുക്ക് എന്ത് നോക്കണം? ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കണം, അല്ലേ? ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് എഫിൻ്റെ റേഞ്ച്. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്നുള്ളതാണ് ഓൺ ടുവിൻ്റെ കണ്ടീഷൻ. ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്താണ്? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. ഇതാവണം ഓൺ ടുവിൻ്റെ കണ്ടീഷൻ, നമുക്കറിയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് കോഡൊമൈൻ നമ്മുടെ കയ്യിലുണ്ട്, നാച്ചുറൽ നമ്പറാണ്. എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. റേഞ്ചും നമുക്ക് എന്ത് വരണം? നാച്ചുറൽ നമ്പർ വരണം. ശരിയാണേ? അപ്പോൾ റേഞ്ച് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. റേഞ്ചിൽ നാച്ചുറൽ നമ്പർ വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസറായിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ആൻസറായിട്ട് നമ്മൾ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2x is equal to 1 എന്ന് വരും, x ഈക്വൽ ടു 1/2 വരും. ദാറ്റ് ഡസൻറ്റ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. 1/2 എന്നുള്ളത് നാച്ചുറൽ നമ്പറിൽ വരുന്നില്ല, ശരിയല്ലേ? സോ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. നിങ്ങൾ ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിക്കാണ്ട് തന്നെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല എന്ന് പറയാൻ എളുപ്പമാണ്, ആണെന്ന് കാണിക്കാനാണ് കറക്റ്റ് സ്റ്റെപ്പുകൾ വേണ്ടത്. അല്ല എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി, ശരിയല്ലേ? നമ്മൾ സ്ഥിരം ചെയ്തു വന്ന വഴിയിൽ തന്നെ പോകാം. ആദ്യമേ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സിനെ ഞാൻ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 2x is equal to y, അവിടുന്ന് x is equal to y/2. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈയും കൂടെ എക്സ് ആക്കിക്കോളൂ, x/2. ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x/2 ആണ്. ശരിയാണേ? ഇനി അപ്പോൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്താണ്? ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്. ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്, ശരിയല്ലേ? എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് എനിക്ക് എന്ത് വരുന്നില്ല? പ്രശ്നം വരുന്നില്ല. കാരണം ഒരു നോട്ട് ഡിഫൈൻഡ് കണ്ടീഷനും എനിക്കിവിടെ കിട്ടത്തില്ല. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് എഫിൻ്റെ റേഞ്ച്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കും? റേഞ്ച് ഓഫ് എഫ് എന്നുള്ളത് റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ്റെ റേഞ്ച് റിയൽ നമ്പറാണ്, പക്ഷേ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല? കോഡൊമൈൻ ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. അപ്പോൾ രണ്ടും എന്തല്ല? സെയിം അല്ല. കോഡൊമൈൻ not equal to range. Codomain not equal to range. Therefore f is not on to എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? അപ്പം 1 1 ആണ്, ഓൺ ടു അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ വരിക 1 1 ബട്ട് നോട്ട് ഓൺ ടു. 1 1 ആണ്, പക്ഷേ എന്തല്ല? ഓൺ ടു അല്ല. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക.
1 ആണ്, പക്ഷേ എന്തല്ല, ഓൺ ടു അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ വരും. ക്ലിയർ ആണല്ലോ? 1 ബട്ട് നോട്ട് ഓൺ ടു ആണ് ആൻസർ വരും. ഇതായിരുന്നു 4ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. റൈറ്റ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അറിയുന്ന ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ അതെന്തായി? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഹാഫ് ആയി, പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഹാഫ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോസിന് ഏത് ആംഗിളാണ് ഉത്തരം ഹാഫ് വരിക? കോസ് 60 ഡിഗ്രി ആണ് ഹാഫ് വരിക. 60 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എന്താണ്? π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഹാഫ്. സൈൻ ഏത് ആംഗിളാണ് ഉത്തരം ഹാഫ് വരിക? സൈൻ 30 ഡിഗ്രിയാണ് ഹാഫ് വരിക. 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എന്താണ്? π/6. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 2ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്യാം, 3 വരും. അതായത് ശരിയല്ലേ? സോ പൈ മൈനസ് π/3 പ്ലസ് π/3, മൈനസ് π/3യും പ്ലസ് π/3യും വെട്ടാം. ആൻസർ എന്താണ് വരിക? പൈ ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ നോക്കണേ? പൈ ആണ് ആൻസർ വരിക. സെറ്റല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. റൈറ്റ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 680. കോസ് ഇൻവേഴ്സ് കോസ് 680 എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിനെ എനിക്ക് ആൻസർ എക്സ് എന്ന് കൊടുക്കാം. ഈ എക്സ് ലൈ ചെയ്യുന്നത് റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സിലാണെങ്കിൽ, കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ചിലാണെങ്കിൽ എനിക്കിങ്ങനെ ആൻസർ കൊടുക്കാം. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്താണ്? 0 to π ആണ് കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച്. അപ്പോൾ ഓരോന്നിൻ്റെ റേഞ്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ ഡൊമൈനും റേഞ്ചും കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻസിൻ്റെ. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഡൊമൈൻ -1 to 1, ക്ലോസ്ഡ് -1 to 1, റേഞ്ച് -π/2 to +π/2, -90 മുതൽ +90 വരെയാണ് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച്. 0 മുതൽ 180 വരെയാണ് കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച്. അപ്പോൾ 0 മുതൽ 180 വരെയുള്ളൊരു വാല്യൂ ഈ എക്സിൻ്റെ പ്ലേസിൽ വരുമ്പോഴാണ് എനിക്ക് ആൻസർ ആ എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 180ൻ്റെ പുറത്താണ് 680. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 0നും 180നും ഉള്ളിലുള്ളൊരു വാല്യൂവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എനിക്ക് ആൻസർ 680 ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 680 എന്നുള്ള ആൻസറിലേക്ക് വരാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യാൻ നോക്കിക്കേ? കോസ് ഇൻവേഴ്സ് ഓഫ് 680നെ എങ്ങനെ ഡെഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുക അല്ലേ? ഹൗ ക്യാൻ വി ഡെഡ്യൂസ് 680? 680നെ നമുക്ക് എങ്ങനെ മാറ്റാം? 720ൽ നിന്ന് 40 കുറയ്ക്കുന്നതാണ് 680. ശരിയല്ലേ? 720 മൈനസ് 40. 720ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? 2 ഗുണം 360 ആണ്. ശരിയാണല്ലോ? കോസ് ഇൻവേഴ്സ് കോസ് 720 എന്ന് പറഞ്ഞാൽ 2 ഗുണം 360 ആണ്. 360ൻ്റെ ഇരട്ടിയാണ് 720 മൈനസ് 40. അതായത് കോസ് ഇൻവേഴ്സ് കോസ്, ഇതെന്താണ് സംഗതി? 2 ഗുണം 360 എന്ന് പറഞ്ഞാൽ അത് 2π ആണ്. 360 എന്താണെന്നറിയാം നമുക്ക്? പൈ ആണെന്നറിയാം. മൈനസ് അല്ല 360 2 ഇൻറ്റു 360 2 ഇൻറ്റു 360 മൈനസ് 40. 360 എന്നുള്ളത് 2π ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. 4π വരും. ശരിയല്ലേ? പൈ എന്ന് പറഞ്ഞാൽ 180 ആണെന്നറിയാം. 2π എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2π ആണ് ആക്ച്വലി എന്ത് വരിക? 2 ഇൻറ്റു 360.
ഇപ്പോൾ 2 × 360 എന്ന് പറഞ്ഞാൽ അത് 4π ആണ് കേട്ടോ. 4π - 40 എന്നാണ് വരിക. ഓക്കെ, 4π എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് വരിക? ഇവിടം വരെ ആകുമ്പോൾ പൈ ആയി, ശരിയല്ലേ? ഇവിടെ കയറുമ്പം 2π ആയി, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, വീണ്ടും കറങ്ങി പൈയിലേക്ക് വന്നു, ഇപ്പോൾ 3π ആയി, വീണ്ടും കറങ്ങി ഇവിടേക്ക് വരുമ്പോൾ 2π. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് 4π ആവുക. 4π മൈനസ് എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രൻറ്റ്? 4th ക്വാഡ്രൻ്റ് ആണ് അല്ലേ? 4th ക്വാഡ്രൻ്റ് ആണ്. യെസ്. ഇനി 4π മൈനസ് കോസ് nπ മൈനസ് തീറ്റ എന്നുള്ളത് കോസ് തീറ്റ തന്നെയാണ്. ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കണം. കോസ് 4π - 40 എന്ന് പറഞ്ഞാൽ കോസ് 40 ആണ്. അതിന് അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ ക്വാഡ്രൻറ്റിലെയും ചിഹ്നങ്ങൾ നമുക്കറിയാം. എന്താണ് കോഡ്? എന്താണ്? ASTC ആണ് കോഡ്, ഓൾ സിൽവർ ടീ കപ്പ്. ഇപ്പോൾ 4th ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ കോസ് എന്താണ്? പോസിറ്റീവാണ്. കോസ് പോസിറ്റീവാണ് 4th ക്വാഡ്രൻറ്റിൽ. ഇപ്പോൾ +40 തന്നെയാണ്. ഇപ്പോൾ ഈ 40 എന്ന് പറയുന്നത് 180-നുള്ളിലാണ്. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 40 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 40 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, ഇപ്പോൾ 40 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. കോസ് ഇൻവേഴ്സ് കോസ് 680 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരിക? 40 ആണ് ആൻസർ വരിക. അപ്പോൾ ഇതായിരുന്നു 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. റൈറ്റ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -√3/2 + π/6 എന്നാണ് ചോദ്യം. നോക്കണേ. കോസ് ഇൻവേഴ്സ് -√3/2 + π/6. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിനെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് മാറ്റാം. കോസ് ഇൻവേഴ്സ് മൈനസ് മാറി കിട്ടി, √3/2 + π/6. കോസ് ഓഫ് പൈ മൈനസ് കോസിന് ഏത് ആംഗിളാണ് √3/2 വരിക? കോസ് 30 അല്ലേ? കോസ് 30 ആണ് √3/2 വരിക. 30 എന്ന് പറഞ്ഞാൽ π/6 + π/6. ഓക്കെ ആണേ. മൈനസ് π/6ഉം പ്ലസ് π/6ഉം ക്യാൻസൽ ആവും. കോസ് പൈ എന്ന് വരും. കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി കേട്ടോ. കോസ് പൈ -1 കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ജനറലി നിങ്ങൾക്ക് എന്ത് ഓർത്തിരിക്കാം? കോസ് nπ എന്ന് പറഞ്ഞാൽ അത് -1/n ആണെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പോൾ അത് പ്രകാരം കോസ് 1π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1/1, അതായത് -1. അതായത് കോസ് പൈ എന്ത്? 1π എന്നുള്ളത് പൈ ആണ്. കോസ് പൈ എന്ത് വരും? -1. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കും. ഇപ്പോൾ കോസ് 2π ആണെങ്കിൽ -1ൻ്റെ സ്ക്വയർ 1 വരും. കോസ് 3π ആണെങ്കിൽ -1, കോസ് 4π ആണെങ്കിൽ 1. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് +1 -1 ആണ് കിട്ടുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് -1. ക്ലിയർ ആണല്ലോ? അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 + കോസ് ഇൻവേഴ്സ് -1/2. കോസിന് ഏത് ആംഗിളാണ് √3/2 വരിക? π/6 ആണ് √3/2 വരിക. ശരിയാണല്ലോ? കോസ് 30 ആണ് √3/2. അപ്പോൾ 30യുടെ റേഡിയൻ മെഷർ π/6. ഇനി കോസ് ഇൻവേഴ്സ് -x, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, അതായത് കോസ് ഇൻവേഴ്സ് 1/2. സോ π/6 + പൈ. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസിന് ഏത് ആംഗിളാണ് 1/2 വരിക? കോസ് 60 ആണ് 1/2 വരിക. 60യുടെ റേഡിയൻ മെഷർ എന്താണ്? π/3. ഓക്കെ ആണേ. ക്രോസ് ചെയ്യാലോ. π/6 എല്ലായിടത്തും 6 കൊണ്ടുവരാം. അതിന് 6π/6 എന്ന് കൊടുത്താൽ മതി. 6 കട്ടായാൽ പൈ കിട്ടും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2π/6 എന്ന് വരും. 2ഉം 6ഉം കട്ടായാൽ π/3 തിരിച്ചു കിട്ടും. ഇപ്പോൾ ഡിനോമിനേറ്റർ 6 ആയിട്ടുണ്ട്. 6πയും പൈയും കൂടെ കൂട്ടിയാൽ 7π. 7π എന്ന് 2π കുറച്ചാൽ 5π. സോ 5π/6 ആണ് ആൻസർ വരിക. ക്ലിയർ ആണേ? 5π/6 ഈസ് ദ ആൻസർ. ഇതായിരുന്നു 8ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നോളൂ. 9ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 9. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan inverse 1 + cos inverse -12. tan inverse 1 + cos inverse -12ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, tan inverse 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ആണ്. cos inverse -12 എന്ന് പറഞ്ഞാൽ പൈ മൈനസ്
കോസ് ഇൻവേഴ്സ് ഹാഫ്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും? പൈ ബൈ 4 പ്ലസ് പൈ മൈനസ് പൈ ബൈ 3. കോസ് 60 ആണ് 1/2. ഓക്കെ ആണേ. സോ പൈ ബൈ 4 പ്ലസ് ഇത് ക്രോസ് ചെയ്യുക, ഇവിടെ ഒരു ബൈ 1 കൊടുത്തിട്ട് ക്രോസ് ചെയ്തോളൂ. 3 പൈ മൈനസ് പൈ ബൈ 3 എന്ന് വരും. ശരിയാണേ. സോ പൈ ബൈ 4 പ്ലസ് 2 പൈ ബൈ 3. ഇത് ക്രോസ് ചെയ്താൽ എന്താണ് വരിക? 3 പൈ പ്ലസ് 8 പൈ ബൈ 12. സോ 11 പൈ ഡിവൈഡഡ് ബൈ 12 ആണ് ആൻസർ വരിക. കിട്ടിയല്ലോ അല്ലേ? 11 പൈ ബൈ 12 ആണ് ആൻസർ വരിക. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലൊരു പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിക്കേ. നമുക്കൊരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്നാണ് ചോദ്യം. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഫ്രം ദ ഗ്രാഫ്. യെസ്, ഇത് ടാൻ ഇൻവേഴ്സ് ആണോ, സൈൻ ഇൻവേഴ്സ് ആണോ, കോസ് ഇൻവേഴ്സ് ആണോ, കൊസീക്ക് ഇൻവേഴ്സ് ആണോ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. ഡൊമൈനും റേഞ്ചും ആലോചിച്ചാൽ മതി. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ് ആണ്. എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്? -1 മുതൽ 1 വരെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ. ഡൊമൈൻ എന്നുള്ളത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ് ആണ്. വൈ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? -π/2 മുതൽ +π/2 വരെയാണ് വൈ വാല്യൂ വന്നിട്ടുള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 മുതൽ π/2. ഓക്കെ, ഇപ്പോൾ ഡൊമൈൻ -1 1ഉം റേഞ്ച് -π/2 π/2 വരുന്ന ഫംഗ്ഷൻ ആരാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ശരിയല്ലേ? നമ്മൾ ഡൊമൈൻ റേഞ്ച് പറഞ്ഞാൽ നോക്കിക്കേ. ഡൊമൈൻ -1 to 1ഉം റേഞ്ച് -π/2 to π/2 വരുന്ന ഫംഗ്ഷൻ ആരാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോക്കണേ, ഡൊമൈൻ -1 to 1ഉം റേഞ്ച് -π/2 to π/2 വരുന്ന ഗ്രാഫ്. ഓപ്ഷൻ ബി സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ആൻസർ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് പാർട്ടായി. ഇനി ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ റെപ്രസെൻറ്റഡ് ഇൻ ദ എബോവ് ഗ്രാഫ്. ഡൊമൈൻ റേഞ്ച് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എഴുതി വെച്ചോളൂ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. ബി പാർട്ട് ആൻസറായി. സെറ്റാണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അടുത്ത പാർട്ട് 2-ൽ ഇതേപോലെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സി.